നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട് കടത്തിയത് കൈകാലുകൾ ബന്ധിച്ച് കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലെന്ന് ദൃശ്യങ്ങൾ. തിരിച്ചെത്തിയ 104 പേരിൽ 19 വനിതകളും ഒരു 4 വയസ്സുകാരനും 2 പെൺകുട്ടികളും ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 13 പേർ. ജപ്പാനിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും മഞ്ഞ് മൂടിയ അവസ്ഥയിൽ. ഈ ശൈത്യകാലത്തെ ഏറ്റവും കുറഞ്ഞ താപനില റെയിൽ വിമാനയാത്രകളെ തടസ്സപ്പെടുത്തി. യുകെയുടെ സാമ്പത്തിക വളർച്ച കൂട്ടുന്നതിന് പലിശ നിരക്കുകൾ കുറയ്ക്കാനൊരുങ്ങി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. സാമ്പത്തിക വളർച്ചാ പ്രവചന മാനദണ്ഡങ്ങളും പുതുക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആണവ ശക്തി കൊണ്ടുള്ള പുതിയ പവർ സ്റ്റേഷനുകൾക്കായി 2032ഓടെ ചെറിയ റിയാക്ടറുകൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പുതിയ ന്യൂക്ലിയർ നിർമ്മാണത്തിന് അടുത്തു താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി. യുഎസിന്റെ താരിഫ് ചുമത്തൽ പശ്ചാത്തലത്തിൽ യുകെയുടെ ഭക്ഷ്യവിതരണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുന്നറിയിപ്പ്. വനിതാ കായിക ഇനങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ വിലക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ഉത്തരവ് പാലിക്കാത്ത സ്കൂളുകൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിർത്തലാക്കുമെന്ന് ട്രംപ്. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ എതിർപ്പ് ശക്തമാക്കി ജർമ്മനിയും ചൈനയും. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പാത പിന്തുടർന്ന് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തുപോകുമെന്ന് പ്രഖ്യാപിച്ച അർജന്റീന. യുപിയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവർ 79 പേരെന്ന് വിദേശ മാധ്യമങ്ങൾ. വയനാട് DCC ട്രഷറായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLAയെ ചോദ്യം ചെയ്ത് വിജിലൻസ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ എന്ന് വിജിലൻസ്. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട് കടത്തിയത് കൈകാലുകൾ ബന്ധിച്ച് കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലെന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അമേരിക്കൻ നടപടി രൂക്ഷ വിമർശനത്തിനിടയാക്കുന്നു. 104 പേരുമായി എത്തിയ സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് വിലങ്ങഴിച്ചതെന്നും യാത്രക്കാർ വ്യക്തമാക്കി. തിരിച്ചെത്തിയവരിൽ 19 വനിതകളാണുള്ളത്. ഒരു 4 വയസ്സുകാരനും 2 പെൺകുട്ടികളും ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 13 പേരുമുണ്ട്. പുതിയ കുടിയേറ്റ നയത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന ട്രംപ് ഭരണകൂടം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായാണ് 104 ഇന്ത്യക്കാരെ പിടികൂടി നാട്ടിലേക്ക് അയച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാടുകടത്തുമെന്നും വിവരമുണ്ട്. ബുധനാഴ്ച അമൃത്സറിൽ എത്തിയവരിൽ 33 പേർ വീതം ഹരിയാന, ഗുജറാത്ത് സ്വദേശികളാണ്. 30 പേർ പഞ്ചാബ് സ്വദേശികളും. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 വീതം പേരും ചണ്ഡീഗഡിൽ നിന്നുള്ള ഒരാളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയമായും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ നാട് കടത്തിയതിൽ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും കേന്ദ്ര സർക്കാരിനാകുന്നില്ലെന്ന വിമർശനവുമുണ്ട്. ജപ്പാനിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും മഞ്ഞ് മൂടിയ അവസ്ഥയിൽ. വാരാന്ത്യത്തിൽ കൂടുതൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഈ ശൈത്യകാലത്തെ ഏറ്റവും കുറഞ്ഞ താപനില റെയിൽ വിമാനയാത്രകളെ തടസ്സപ്പെടുത്തി. വർഷങ്ങൾക്കുള്ളിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ച എന്ന് കാലാവസ്ഥാ ഏജൻസി വിശേഷിപ്പിച്ചു. ജപ്പാനിലെ ഏറ്റവും വടക്കേറ്റത്തെ പ്രധാന ദ്വീപായ ഹോക്കൈഡോയും ജപ്പാൻ കടൽ തീര മേഖലയും കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിച്ചു. ഈ മേഖലയിലെ നഗരങ്ങൾക്കും ടോക്കിയോയ്ക്കും ഇടയിലുള്ള വിമാനങ്ങൾ റദ്ദാക്കി. മധ്യ ജപ്പാന്റെ ചില ഭാഗങ്ങളിൽ ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയതായി ക്യോഡോ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. മഞ്ഞ് കാരണം പല റോഡുകളും അടച്ചു. റേച്ചൽ റീവ്സിന്റെ ബജറ്റ് പ്ലാനുകൾ അഭിമുഖീകരിക്കുന്ന അപകട സാധ്യതകൾ ഇല്ലാതാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂട്ടുന്നതിന് പലിശ നിരക്കുകൾ കുറയ്ക്കാനൊരുങ്ങി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. സാമ്പത്തിക വളർച്ച പ്രവചന മാനദണ്ഡങ്ങളും പുതുക്കും. പണപ്പെരുപ്പം കുറയ്ക്കുന്നത് തുടരുന്നതിനാൽ 9-അംഗ മോണിറ്ററി പോളിസി കമ്മിറ്റി 2023 ജൂണിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് 4.5% വരെ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് പരക്കെ പ്രതീക്ഷിക്കുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് യുകെയുടെ സാമ്പത്തിക വളർച്ച 1.5% പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ബ്രോക്കറേജ് സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി 1% താഴെയാണ് പ്രവചിക്കുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആണവശക്തി കൊണ്ടുള്ള പുതിയ പവർ സ്റ്റേഷനുകൾക്കായി ഇടം കണ്ടെത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. 2032ഓടെ ചെറിയ റിയാക്ടറുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നും ബ്രിട്ടനിലുടനീളം ഇത് പ്രവർത്തന സജ്ജമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എതിർപ്പൊഴിവാക്കാൻ പുതിയ ന്യൂക്ലിയർ നിർമ്മാണത്തിന് അടുത്തു താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു.
ബ്രിട്ടനിലുടനീളമുള്ള AI ഡാറ്റാ സെന്ററുകൾക്ക് ഊർജം പകരുന്നതിനായി ചെറിയ മോഡുലാർ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിന് സർക്കാരിനൊപ്പം പ്രവർത്തിക്കാൻ ടെക് കമ്പനികളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ തന്റെ പാർട്ടിയുടെ ഭൂരിപക്ഷം ഉപയോഗിക്കുമെന്നും കെയർ സ്റ്റാർമർ MPമാർക്ക് മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ താരിഫ് ചുമത്തൽ, ആഗോള അരക്ഷിതാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന തീവ്രമായ കാലാവസ്ഥ എന്നിവയുടെ പശ്ചാത്തലത്തിൽ UKയുടെ ഭക്ഷ്യവിതരണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി ആവശ്യമാണെന്ന് മുന്നറിയിപ്പ്. കാനഡ, ചൈന, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നികുതി ചുമത്തിയതിനു പിന്നാലെ വ്യാപാരത്തിനു മേലുള്ള താരിഫുകളുടെ കാര്യത്തിൽ അടുത്ത ലക്ഷ്യം യൂറോപ്പായിരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യ ആഘാതങ്ങൾ ഒഴിവാക്കാൻ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതും ഭക്ഷ്യവിതരണ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതും ആവശ്യമാണ്. UKയുടെ ബ്രെക്സിറ്റ് വോട്ടെടുപ്പ് കഴിഞ്ഞ് 8 വർഷത്തിനു ശേഷവും രാജ്യത്തിനാവശ്യമായ ഭക്ഷണത്തിന്റെ 1/3 ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് വരുന്നത്. 2017 72 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രെൻഫെൽ ടവർ പൊളിക്കുമെന്ന് UK ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ. ബുധനാഴ്ച ഏഞ്ചല കുടുംബങ്ങളെയും അതിജീവിച്ചവരെയും കാണുകയും ടവർ പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ഗ്രെൻഫെൽ ടവർ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് പ്രകാരം ബഹുനില കെട്ടിടങ്ങളിലെ തീപിടിക്കുന്ന വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാക്കുന്നതിനാൽ സർക്കാരും നിർമ്മാതാക്കളും പരാജയപ്പെട്ടതിന്റെ ഫലമായാണ് ദുരന്തമെന്നാണ് കണ്ടെത്തൽ. അനാസ്ഥയുടെ ഉദാഹരണമായി വെസ്റ്റ് ലണ്ടൻ ടവർ ബ്ലോക്ക് ജ്വലന ഉൽപ്പന്നങ്ങളാൽ നിറഞ്ഞിരുന്നെന്ന് അന്വേഷണ അധ്യക്ഷൻ സർ മാർട്ടിൻ മൂർബിക് പറഞ്ഞു. വനിതാ കായിക ഇനങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ വിലക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ പിൻവലിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണിത്. അടിയന്തരമായി ഉത്തരവ് നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ട്രാൻസ് സ്ത്രീകളെയോ പെൺകുട്ടികളെയോ സ്ത്രീകൾക്ക് മാത്രമായി നിയുക്തമാക്കിയ കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിർത്തലാക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ഉത്തരവ് വളരെ കുറച്ച് അത്ലറ്റുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അടുത്തിടെ US സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർ എന്ന പദം ഉപയോഗിക്കുന്നത് ട്രംപ് എടുത്തു കളഞ്ഞിരുന്നു. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ സഖ്യകക്ഷികളിൽ നിന്നുള്ള എതിർപ്പ് ശക്തമാകുന്നു. പദ്ധതി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ജർമ്മനി മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ ചൈനയും തങ്ങളുടെ എതിർപ്പ് അറിയിച്ചു. ഗാസ സ്വന്തമാക്കാനും അതിലെ പാലസ്തീൻ നിവാസികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് US പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം ഉണ്ടായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പാത പിന്തുടർന്ന് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രഖ്യാപിച്ച് അർജന്റീന. COVID-19 പാൻഡമിക്കിനെ ലോകാരോഗ്യ സംഘടന കൈകാര്യം ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് പ്രസിഡന്റ് ജാവിയർ മിലി വ്യക്തമാക്കി. ബുധനാഴ്ചത്തെ തീരുമാനം പ്രതിപക്ഷത്തിൽ നിന്നും ആരോഗ്യ സംഘടനകളിൽ നിന്നും വിമർശനത്തിന് ഇടയായി. പ്രായപൂർത്തിയാകാത്തവർക്കുള്ള ലിംഗമാറ്റ ചികിത്സകളും ശസ്ത്രക്രിയകളും നിരോധിക്കാനും ട്രാൻസ് സ്ത്രീകളെ വനിതാ ജയിലുകളിൽ പാർപ്പിക്കുന്നതിന് പരിധികൾ ഏർപ്പെടുത്താനും ബുധനാഴ്ച തീരുമാനമെടുത്തതായി പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. റുവാണ്ടൻ കോങ്കോലീസ് പ്രസിഡന്റുമാർ തമ്മിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ M23 വിമതർമാർ വീണ്ടും ആക്രമണം നടത്തി. കിഴക്കൻ കോങ്കോയിലാണ് വിമതർമാരുടെ പുതിയ ആക്രമണം. ബുക്കാവുവിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയും പ്രവിശ്യയിലെ വിമാനത്താവളത്തിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുമുള്ള ന്യാബിബേയ്ക്ക് ചുറ്റും ബുധനാഴ്ച പുലർച്ചെയാണ് തീവ്രമായ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞയാഴ്ച M23 റുവാണ്ടൻ സൈന്യവും പിടിച്ചെടുത്ത പ്രധാന നഗരമായ ഗോമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ UN കണക്കനുസരിച്ച് കുറഞ്ഞത് 2900 പേരെങ്കിലും മരിച്ചതായി പറയുന്നു. ഫിലിപ്പീൻസിലെ മുൻ നേതാവിന്റെ മകളും വൈസ് പ്രസിഡന്റ് സാറ ഡുട്ടർട്ടെയെ ബുധനാഴ്ച ഫിലിപ്പീൻസ് അധോസഭ ഇംപീച്ച് ചെയ്തു. സെനറ്റിൽ അപൂർവമായ വിചാരണയ്ക്കാണ് വേദി സാക്ഷ്യം വഹിച്ചത്. വൈസ് പ്രസിഡന്റും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സമയത്ത് ഡുട്ടർട്ടെ പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്തു, കണക്കില്ലാത്ത സ്വത്ത് സമ്പാദിച്ചു. പ്രഥമ വനിതയും അധോസഭാ സ്പീക്കറുമായ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിന്റെ ജീവന് ഭീഷണി ഉയർത്തി എന്നീ ആരോപണങ്ങളെ തുടർന്നാണ് ഇംപീച്ച്മെന്റ് നടപടി. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവർ പലതവണ നിഷേധിച്ചിട്ടുണ്ട്. ലോസ് ആഞ്ചൽസിലെ മുഴുവൻ പ്രദേശങ്ങളെയും വിനാശകരമായ കാട്ടുതീ നശിപ്പിച്ചതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തന്റെ സംസ്ഥാനത്തിന് ഫെഡറൽ ദുരന്ത നിവാരണ പിന്തുണ നൽകാൻ ആവശ്യപ്പെട്ട് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. ജനുവരി 24-ന് ട്രംപ് ലോസ് ഏഞ്ചൽസ് പ്രദേശം സന്ദർശിച്ചപ്പോൾ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ട്രംപ് പലപ്പോഴും ഡെമോക്രാറ്റിക് ഗവർണറുമായി വഴക്കുണ്ടാക്കുകയും ജലനയത്തിലെ വ്യത്യാസങ്ങളുടെ പേരിൽ സഹായം നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള തീരുവകളെ ന്യായീകരിക്കുന്നതിനായി
ഫെന്റനൽ വ്യാപാരത്തിൽ തങ്ങളുടെ പങ്കിനെക്കുറിച്ച് US അടിസ്ഥാനരഹിതവും തെറ്റായതുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ചൈന ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ അതിർത്തി നികുതി 10% വർദ്ധിപ്പിച്ചിരുന്നു. നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെ കടന്നുകയറ്റം പരിഹരിക്കാനാണ് ഈ നടപടിയെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഒരു ദിവസത്തിനു ശേഷമാണ് ലോക വ്യാപാര സംഘടനയിൽ ചൈന പരാതി സമർപ്പിച്ചത്. എന്നാൽ വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്ന സമിതിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ ചൈനയ്ക്ക് അനുകൂലമായ വിധി ലഭിക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. രണ്ടായിരത്തി 2025-26 കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള പൊതു ചർച്ച ഇന്ന് പാർലമെന്റിൽ ആരംഭിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. മഹാകുംഭമേള ദുരന്തം, US-ൽ നിന്നും 100-ലധികം ഇന്ത്യക്കാരെ US നാടുകടത്തിയത് തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തേക്കും. ഇന്ത്യൻ പൗരന്മാരെ US-ൽ നാടുകടത്തിയതിനെ തുടർന്ന് ചർച്ച ചെയ്യാൻ ഗൗരവ് ഗൊഗോയ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. ഡൽഹി വോട്ടെടുപ്പ് അവസാനിച്ചതോടെ ഇരു സഭകളിലും ഇന്ന് ചർച്ചകൾ ചൂടുപിടിച്ചേക്കും. UP-ലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവർ 79 പേരെന്ന് ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമം ന്യൂസ് ലോണ്ട്രിയുടെ റിപ്പോർട്ട്. ജനുവരി 29-ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ 30 പേർ മരിച്ചെന്നും 60-ൽ ഏറെ പേർക്ക് പരിക്കേറ്റെന്നുമാണ് UP സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. യഥാർത്ഥ മരണസംഖ്യ സർക്കാർ പുറത്തുവിട്ടിട്ടില്ലെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് വിവിധ ആശുപത്രികളിൽ അന്വേഷണം നടത്തി മാധ്യമ റിപ്പോർട്ട് പുറത്തുവന്നത്. 2014 മുതൽ ഇതുവരെ രാജ്യത്തെ 12 വ്യാജ യൂണിവേഴ്സിറ്റികൾ സർക്കാർ പൂട്ടിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ സുഗാന്ത മജുംദാർ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. UGCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 21 വ്യാജ യൂണിവേഴ്സിറ്റികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഈ യൂണിവേഴ്സിറ്റികൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മറുപടി വ്യക്തമാക്കുന്നുണ്ട്. ഇനി കേരള ഹൈലൈറ്റ്സ്. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊടും ചതിയായിപ്പോയെന്നും ഒരു പാർട്ടിക്ക് തന്നെ ക്ഷീണമുണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. തിരുവനന്തപുരത്ത് നോർക്ക സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഡോക്ടർ G രാജ്മോഹനായിരുന്നു സ്വാഗത പ്രാസംഗികൻ. വയനാട് DCC ട്രഷറായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്ത് വിജിലൻസ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെന്ന് വിജിലൻസ് വ്യക്തമാക്കി. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിലെ ഒന്നാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ഡിസംബർ 25-നാണ് DCC ട്രഷറായിരുന്ന NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ 27-ന് ഇരുവരും മരിച്ചു. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണന്റെ പേരുണ്ടായിരുന്നു. പിന്നാലെയാണ് MLA കേസിൽ പ്രതി ചേർത്തത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.39 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.55 രൂപ, ഒരു യൂറോ 90.98 രൂപ, ഒരു പൗണ്ട് 1.25 US ഡോളർ. ഇനി സ്പോർട്സ്. ICC T20 റാങ്കിങ്ങിൽ സഞ്ജുവിന് കനത്ത തിരിച്ചടി. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ നിരാശപ്പെടുത്തിയ മലയാളി താരം സഞ്ജു സാംസൺ 5 സ്ഥാനം താഴേക്കിറങ്ങി 35-ാം സ്ഥാനത്തേക്ക് വീണു. എന്നാൽ റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ വൻ നേട്ടമുണ്ടാക്കി. 38 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ അഭിഷേക് ശർമ്മ പുതിയ ബാറ്റിംഗ് റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 829 റേറ്റിംഗ് പോയിന്റുമായാണ് അഭിഷേക് 2-ാം സ്ഥാനത്തെത്തിയത്. 855 റേറ്റിംഗ് പോയിന്റുള്ള ട്രാവിസ് ഹെഡ് ആണ് ഒന്നാമത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട് കടത്തിയത് കൈകാലുകൾ ബന്ധിച്ച് കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന തരത്തിലെന്ന് ദൃശ്യങ്ങൾ. തിരിച്ചെത്തിയ 104 പേരിൽ 19 വനിതകളും ഒരു 4 വയസ്സുകാരനും 2 പെൺകുട്ടികളും ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 13 പേർ. ജപ്പാനിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും മഞ്ഞ് മൂടിയ അവസ്ഥയിൽ. ഈ ശൈത്യകാലത്തെ ഏറ്റവും കുറഞ്ഞ താപനില റെയിൽ വിമാനയാത്രകളെ തടസ്സപ്പെടുത്തി. യുകെയുടെ സാമ്പത്തിക വളർച്ച കൂട്ടുന്നതിന് പലിശ നിരക്കുകൾ കുറയ്ക്കാനൊരുങ്ങി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. സാമ്പത്തിക വളർച്ചാ പ്രവചന മാനദണ്ഡങ്ങളും പുതുക്കും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആണവ ശക്തി കൊണ്ടുള്ള പുതിയ പവർ സ്റ്റേഷനുകൾക്കായി 2032ഓടെ ചെറിയ റിയാക്ടറുകൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പുതിയ ന്യൂക്ലിയർ നിർമ്മാണത്തിന് അടുത്തു താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി. യുഎസിന്റെ താരിഫ് ചുമത്തൽ
പശ്ചാത്തലത്തിൽ UK-യുടെ ഭക്ഷ്യവിതരണം ഉറപ്പാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുന്നറിയിപ്പ്. വനിതാ കായിക ഇനങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകളെ വിലക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ഉത്തരവ് പാലിക്കാത്ത സ്കൂളുകൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിർത്തലാക്കുമെന്ന് ട്രംപ്. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ എതിർപ്പ് ശക്തമാക്കി ജർമ്മനിയും ചൈനയും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പാത പിന്തുടർന്ന് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തുപോകുമെന്ന് പ്രഖ്യാപിച്ച അർജന്റീന. UP-യിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവർ 79 പേരെന്ന് വിദേശ മാധ്യമങ്ങൾ. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA-യെ ചോദ്യം ചെയ്ത വിജിലൻസ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ എന്ന് വിജിലൻസ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താം. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.